എന്നാണ് അതിന്റെ മറുപടി. പിന്നെ ഒന്നുകൂടി ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കള്ളം പറയുന്നവനാണെന്നും ദജ്ജാലാണെന്നും പറയുന്നത് ഞങ്ങളല്ല, അത് മുജാഹിദുകളാണ്. ഇടയ്ക്ക് മൗലവി എന്ന് വരണല്ലോ, നമ്മൾ മാത്രം പണിയെടുത്താ പോരാ, മൗലവിക്ക് ഒരു ചെറിയ പണി കൊടുക്കണല്ലോ. അതുകൊണ്ട് മുജാഹിദുകളുടെ നേതാവായ കെ.ബി. അബ്ദുൽ ലത്തീഫ് മൗലവി അയാൾ പറയുന്നു, അള്ളാന്റെ റസൂല് നിങ്ങൾ റസൂലുള്ള എന്നല്ല പറയാ, ശരിക്ക് റസൂലുള്ള എന്നല്ല നിങ്ങൾ പറയാ. നബിതങ്ങളെ കഥ അറിഞ്ഞ ഏറ്റവും കുരുത്തം കെട്ട ആളാണ് നബിതങ്ങൾ ഞങ്ങൾ പറയാ. മാത്രല്ല ശരിക്ക് പറയാൻ ഈ ദജ്ജാലാന്ന് പറയേണ്ടി വരും എന്നുവരെ കേരളത്തിലെ മുജാഹിദുകൾ പ്രസംഗിച്ചു. അവരെയാണ് റസൂലുള്ളാഹിനെ ഇകഴ്ത്തിയവർ, എന്റെ ഭാഷയിലല്ല. പറയട്ടെ, മൗലവി തന്നെ അല്ലേ, പ്രസവിക്കുന്നതിന് 2 മാസം മുമ്പ് തന്നെ ഭൂതലം വിട്ടുപിരിഞ്ഞു പിതാവ് നബിയെ പറ്റി. നമ്മളാണ് എന്ത് പറയും, ചെക്കന്റെ വയറ്റിൽ ഊറിയപ്പോഴേക്കും തങ്ക തീർച്ചയായി അവിടെ നിന്ന് പറഞ്ഞു. പിന്നെ 6 വയസ്സായപ്പോഴേക്കും ഉമ്മയും പോയി, ബാപ്പിയും പോയി. പിന്നെ തൊഴിലൊക്കെ അബ്ദുൽ മുത്തലിബും പോയി, അബൂതാലിബും പോയി. ആരൊക്കെ സംരക്ഷിക്കാൻ വരുന്നോ, കഫാല താഴെ എടുക്കുന്നോ അതൊക്കെ മരിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി അല്ല പറയാ അറിഞ്ഞാല് നമ്മൾ ചില കുട്ടികൾ ഉണ്ടായാലും നമ്മൾ പറയും മറ്റേ കമ്പനി ഉണ്ടായതും ഈ വീടുണ്ടായതും ഇവൻ ആ ദജ്ജാലുണ്ടല്ലോ ഉണ്ടായതിനുള്ള പ്രശ്നം മുഴുവൻ. വയറ്റിൽ ഊറിയപ്പോഴേക്ക് പിതാവ് തെറിച്ചുപോയി എന്നൊക്കെ പറയുന്നത് ആരെക്കുറിച്ചാ? മഹാരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഞങ്ങളെപ്പോഴും സത്യമായ വാക്കല്ലാതെ അവിടുത്തെ സ്ഥാനത്തിന് നിരക്കാത്ത ഒറ്റ വാക്കും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അത് തെറ്റിദ്ധാരണ മാത്രമാണ്. പറഞ്ഞത് മുഴുവനും ഇസ്ലാമിന്റെയും സുന്നത്ത് ജമാഅത്തിന്റെയും ശത്രുക്കളാണ് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്.